ചലന സമവാക്യങ്ങളിലെ അടുത്തൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ചോദ്യം? 320 മീറ്റർ ഉയരമുള്ള ഒരു ടവറിന് മുകളിൽ നിന്നും തറയിലേക്ക് വീണ ഒരു വസ്തു, അത് തറയിൽ തട്ടിയ ശബ്ദം ടവറിന് മുകളിൽ ഇരിക്കുന്ന ഒരാള് എത്ര സമയത്തിന് ശേഷമാണ് കേൾക്കുക എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇതാണ് ഒരു ടവർ. ഇത് എത്ര മീറ്റർ ഉയരമുണ്ട്? 320 മീറ്റർ ഉയരമുള്ള ഒരു ടവറാണ്. അപ്പൊ ഈ ടവറിന്റെ മുകളിൽ നിന്ന് ഒരു പന്ത് എന്ത് ചെയ്യാണ്? ഒരു പന്ത് തറയിലേക്ക്, ഒരു വസ്തു എന്ത് ചെയ്യണം? തറയിലേക്ക് വീഴാണ്. ഈ തറയിലേക്ക് വീണ ശേഷം എന്ത് ചെയ്യണം? ഒരു ശബ്ദം വരുന്നുണ്ട്. ആ വീണതിന്റെ ശബ്ദം മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാള് കേൾക്കാൻ എത്ര സമയമാകും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കാം. ജി തന്നിട്ടുണ്ട്. ജി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പിന്നെ വായുവിലെ ശബ്ദവേഗം തന്നിട്ടുണ്ട്. എത്രയാണ്? 320 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സെക്കൻഡിന് 320 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിൽ നിന്ന് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട്. ആദ്യ പ്രവേഗം എത്രയാണ്? 0. ഇവിടെ നിന്ന് ഒരു പ്രവേഗം ഇല്ലാണ്ടാണ് തുടങ്ങുന്നത്. ആ തുടക്കത്തിലെ പ്രവേഗം എന്താണ്? 0. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പിന്നെ നമുക്ക് തന്നിട്ടുള്ളതാണ് സ്ഥാനാന്തരം. ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ്? 320 മീറ്റർ ആണ്. ടവറിന്റെ ഉയരം ഇല്ലെങ്കിൽ ആ ഒരു വസ്തു താഴെ വീണ ദൂരം. ഓക്കെ, അത് എത്രയാണ്? ടവറിന്റെ ഉയരം തന്നെയാണ്. ആ ടവറിന്റെ ഉയരം എന്ന് പറയുന്നത് 320 മീറ്റർ ആണ്. ആ 320 മീറ്റർ ആണ് ഇവിടുത്തെ നമ്മുടെ സ്ഥാനാന്തരം. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? പിന്നെ നമുക്ക് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കണക്ക് ചെയ്യാൻ നമ്മളത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടത്തെ ത്വരണം എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടത്തെ ത്വരണം. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്? സമയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ത് സമയമാണ് കണ്ടുപിടിക്കേണ്ടത്? ആ വസ്തു താഴെ വീണിട്ട് തറയിൽ തട്ടിയ ശബ്ദം മുകളിലുള്ള ആള് എത്ര സമയത്തിന്റെ ഉള്ളിൽ കേൾക്കും, ആ ഒരു സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ തന്നതിൽ വെച്ച് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഏതാണ് നോക്കൂ. S = ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറയുന്ന ഒരു സമവാക്യം ഉണ്ട്. ചലന സമവാക്യങ്ങളിലെ ഒരു സമവാക്യമാണിത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂസ് നമുക്ക് ഈ ഒരു സമവാക്യത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ സ്ഥാനാന്തരം എത്ര തന്നിട്ടുണ്ട്? 320 മീറ്റർ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 320 മീറ്റർ തന്നിട്ടുണ്ട്. ഈക്വൽ ടു എത്രയാണ്? യു എന്താണ്? ഇവിടെ 0 ആണ്. സമയം നമുക്ക് അറിയില്ല, അത് ടി തന്നെ എഴുതാം. പ്ലസ് ഹാഫ് ഇൻറ്റു വേറെ എന്ത് തന്നിട്ടുണ്ട്? ത്വരണം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണം. ഇൻറ്റു എന്താണ്? ഇൻറ്റു ടി സ്ക്വയർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ടു എന്ത് വരും? 0 ഇൻറ്റു ടി എന്താണ്? 0 തന്നെയാണ്. പ്ലസ് ഹാഫ് ഇൻറ്റു 10 തന്നിട്ടുണ്ട്. അപ്പൊ 2ഉം 10ഉം വെട്ടിപ്പോകും. നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. 5 ഇൻറ്റു ടി സ്ക്വയർ കിട്ടും. ഓക്കെ, ഈക്വൽ ടു എത്ര കിട്ടും? 5t സ്ക്വയറിന് കിട്ടും. അതായത് 320 മീറ്റർ ഈക്വൽ ടു 5t സ്ക്വയറിന് കിട്ടും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സമയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടി സ്ക്വയറിനെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5നെ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടി സ്ക്വയർ ഈക്വൽ ടു 320 മീറ്റർ ഡിവൈഡഡ് ബൈ 5 കിട്ടും. ഓക്കെ, അപ്പോൾ 320 മീറ്റർ ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 64 ആണ്. 64 ഇൻറ്റു 5 ആണ് 320. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോ എന്തായി? ടി സ്ക്വയർ ഈക്വൽ ടു 64 കിട്ടി. ഇനി സ്ക്വയർ, അവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അപ്പൊ സ്ക്വയർ ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോയാൽ എന്താവും? അത് റൂട്ട് ആയിട്ട് മാറും. അപ്പൊ ടി ഈക്വൽ ടു റൂട്ട് 64 എന്ന് വന്നു. ടി ഈക്വൽ ടു എന്താണ്? റൂട്ട് 64 എത്രയാണ്? 8 ആണ്. അപ്പോൾ
t ഈക്വൽ ടു 8 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, നമ്മുടെ കണക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെയുള്ള ഈ ഒരു ആള് ഈ വസ്തു തറയിൽ തട്ടിയിട്ട് കേട്ട ശബ്ദം അവിടെ എത്താൻ എത്ര സമയം എടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശബ്ദത്തിന്റെ സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തുകൂടി തന്നിട്ടുണ്ട്? ശബ്ദവേഗം സെക്കൻഡിന് 320 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിൽ 320 മീറ്റർ അത് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തും കൂടി ചെയ്യണം? ഈ ഒരു വീണ സമയത്തിന്റെ പ്ലസ് എന്ത് ശബ്ദം കേട്ട ആ സമയം, അത് എത്രയാണ്? 1 സെക്കൻഡ് ആണ്. ഓക്കെ, ഈക്വൽ ടു നമുക്ക് എത്ര സെക്കൻഡ് വരും? 9 സെക്കൻഡ് വരും. ഓക്കെ.